ഹലോ, നമുക്കിന്നൊന്ന് പറവൂർ മൂകാംബിക വരെ പോയിട്ട് വന്നാലോ? എന്തിനാണെന്നറിയാവോ? നമ്മുടെ റയാൻ കുഞ്ഞിനെ എഴുത്തിനിരുത്താനായിട്ട്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ആലുവെത്തി. അതിൻ്റെ പൊന്നോ, ആലുവയിലെത്തിയപ്പോൾ എന്ത് ബ്ലോക്കായിരുന്നെന്ന് അറിയാവോ? ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കണിഞ്ഞിട്ട് തല തിരിച്ച് വെക്കുകയാണ്. ക്യാമറയിലിട്ട് നോക്കാൻ പറഞ്ഞിട്ട് നോക്കുന്നേ ഇല്ല. കാറ് കയറിയ പാടെ കണ്ണം ഫ്ലാറ്റായി. പൊന്നും അമ്മച്ചൊക്കെ പിന്നെ വർത്താനം പറഞ്ഞ് കുറേ നേരം ഇരുന്നു. അങ്ങനെ നമ്മൾ മൂകാംബികയിലെത്തി. മൂകാംബികയിൽ പാടെ റയാൻ ആദ്യം തന്നെ ഓടിയത് അമ്പലക്കുളത്തിലേക്കാണ്. കുറേ മീനുകളുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു അവിടെ. ഞാൻ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അമ്പലത്തിൽ വലമൊക്കെ വെച്ച് വരുക. അമ്പലത്തിൽ വലമൊക്കെ വെച്ച് വന്ന് കണിഞ്ഞാണ് കുറിയൊക്കെ തൊട്ട് കൊടുത്ത് അപ്പോഴേക്കും എഴുത്തിനെഴുത്താനായിട്ടുള്ള സമയമായി. ഇന്ന് എന്താണെന്നറിയില്ല, പുള്ളിക്ക് പതിവ് പോലെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മടിയിൽ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല എന്ന് മാത്രം. അങ്ങനെ എഴുത്തിനെഴുത്തലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മൾ എഴുന്നേറ്റു. അത് കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് ടാറ്റ കൊടുത്ത് തിരുമേനെ ചൂണ്ടിക്കാണിക്കുക. പിന്നെ നമുക്ക് പറ നിറയ്ക്കാനുണ്ടായി. നമ്മൾ പറയൊക്കെ നിറച്ചു. അതൊക്കെ കഴിഞ്ഞതേ വീണ്ടും നമ്മൾ മീനിൻ്റെ അടുത്തോട്ട് പോവുക. മീനിൻ്റെ തീറ്റയൊക്കെ വാങ്ങിച്ച്, കുഞ്ഞനാണെങ്കിൽ മീനിൻ്റെ തീറ്റയൊക്കെ എറിഞ്ഞാണ് കൊടുക്കുന്നത്. കുഞ്ഞിനും പൊന്നും കൂടെ തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്, കണ്ണനും കൂടി അവരുടെ കൂടെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് വിടലും മീനിന് തീറ്റ കൊടുക്കലൊക്കെ ആയിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നേ.